തിരുവനന്തപുരം വിമാനത്താവളത്തിലും ഇൻഡിഗോ വിമാനങ്ങൾ വൈകുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആളുകൾക്ക് അത്തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. എന്തായാലും നേരിട്ടിവിടെ എത്തുമ്പോൾ കൃത്യമായി ഇൻഡിഗോ വിമാന അധികൃതർ ഇക്കാര്യം, അതായത് ഫ്ലൈറ്റുകൾ അത് വൈകുന്നതിൻ്റെ കാരണം ഉൾപ്പെടെയുള്ളവ ഈ ആളുകളെ ബോധിപ്പിക്കുന്നുണ്ട്, യാത്രക്കാരെ ബോധിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇവിടെ എന്തായാലും ആളുകൾ വന്നു നിന്ന് കാത്തു നിന്ന് പ്രതിസന്ധി അനുഭവിക്കുന്നില്ല എന്ന കാഴ്ചയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കാണാനുള്ളത്. ഏറ്റവും പ്രധാനമായി 6 വിമാനങ്ങളാണ് ഇത്തരത്തിൽ വൈകി എത്തുന്നത്. അതായത് 3 എണ്ണം ഇവിടെ നിന്ന് പുറപ്പെടാനുള്ളതാണ്, മറ്റു 3 എണ്ണം ഇവിടേക്ക് ലാൻഡ് ചെയ്യാൻ ഇറങ്ങാനുള്ളതായിരുന്നു. അത് അങ്ങനെ 6 ഫ്ലൈറ്റുകൾ സമയം വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിനോടൊപ്പം തന്നെ പൂനെ തിരുവനന്തപുരം വിമാനവും ഒപ്പം ബംഗളൂരു തിരുവനന്തപുരം വിമാനവും ക്യാൻസൽ ചെയ്തു എന്ന വാർത്തയും ഇൻഡിഗോ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇൻഡിഗോ ഈ കാര്യങ്ങൾ, ഈ പ്രതിസന്ധി കൃത്യമായി യാത്രക്കാരെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്, അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നത്. അപ്പോഴും യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ വന്ന് കാത്തു നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈ പ്രതിസന്ധി ഇപ്പോഴെന്തായാലും തുടരുകയാണ്. 2 വിമാനങ്ങളാണ് എന്തായാലും ക്യാൻസൽ ചെയ്തത്. ഒപ്പം 6 വിമാനങ്ങളെ ഈ വൈകൽ ബാധിച്ചിട്ടുമുണ്ട്. ഈ പ്രതിസന്ധി, ഈ വിമാനവുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ഇൻഡിഗോ വിമാനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തുടരുകയാണ്.